സുജു ഉണ്ട് പത്തനംതിട്ടയിൽ നമ്മളോടൊപ്പം. സുജു, പത്തനംതിട്ടയിൽ റെഡ് അലർട്ടാണ്, പക്ഷേ മഴ പെയ്യുന്നതിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. സുജു കുടയൊന്നുമില്ലാതെ വളരെ കൂളായി നിൽക്കുകയാണ്. മഴയൊന്നുമില്ലേ? ഈ അറിയിപ്പുകൾക്കൊന്നും കാലാവസ്ഥ ഒരു വിലയും കൊടുക്കുന്നില്ലേ? മനു, പക്ഷേ ഇന്നലത്തെക്കാളും വ്യത്യാസമുണ്ട്. നമ്മൾ ഇന്നലെ നിൽക്കുമ്പം സൂര്യൻ ഉദിച്ച് നിൽക്കുമായിരുന്നു. മനു ആ കാര്യം ഇന്നലെ സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് ഇപ്പോൾ അത്തരം ഒരു സാഹചര്യമില്ല. ഈ മലയോര മേഖലയിലൊക്കെ പുലർച്ചെ 6:30 ശക്തമായ മഴയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടുത്തെ മഴ മാറി ചാറ്റൽ മഴയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് ആ മേഖലയിൽ താമസിക്കുന്ന ആളുകളും അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം. ഏതായാലും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ഇരിക്കുന്ന ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജ് വരെയുള്ള സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കെല്ലാം ഇന്ന് അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മഴക്കെടുതിയെപ്പറ്റി പറയുമ്പോൾ നമ്മൾ രാവിലെ എത്തുമ്പോൾ മഴ മാറി നിൽക്കെങ്കിൽ പോലും ഇത് ജനജീവിതത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അത് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്ന 124 വീടുകളാണ് ഭാഗികമായി ജില്ലയിൽ തകർന്നിരിക്കുന്നത്. 3ഓളം വീടുകൾ പൂർണ്ണമായും തകരുകയും ചെയ്തു. അതിൽ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലാണ് 34 വീട്, ഏറ്റവും അധികം വീടുകൾ തകർന്നിരിക്കുന്നത്. അങ്ങനെ നമുക്കറിയാം മനു, സ്വപ്നങ്ങളെപ്പറ്റി കുറച്ച് മുമ്പ് പറഞ്ഞു, ജനങ്ങളുടെ ഒരു സ്വപ്നമായിരിക്കും ഒരു വീട്. ആ വീട് ഭാഗികമായെങ്കിലും തകരുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമുള്ള കാര്യമാണ്. മറ്റൊന്ന് മലയോര ജില്ലയാണ്, അതുപോലെ അപ്പർ കുട്ടനാടൻ മേഖല പോലെ ധാരാളം കർഷകരുള്ള ഒരു മേഖല കൂടിയാണ് പത്തനംതിട്ട ജില്ല. കർഷകർക്കും വലിയ കെടുതിയാണ് മഴക്കെടുതി ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 191 കോടി രൂപയുടെ നാശനഷ്ടമാണ് കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. 180-ലധികം ഏക്കറിലെ കൃഷി നശിക്കുന്നു. അതിലെ ഏറ്റവും നഷ്ടമുണ്ടായിരിക്കുന്നത് ഏത്തവാഴ കർഷകർക്കാണ്. അവർ ജൂൺ ജൂലൈ വിപണി ലക്ഷ്യമാക്കി വളർത്തിയ ഏത്തവാഴകളാണ് ഈ കാറ്റത്ത് ഒടിഞ്ഞുപോയത്. 750-800 രൂപ വരെ മാർക്കറ്റിൽ ലഭിക്കുമായിരുന്ന വില അവർക്ക് ലഭിക്കില്ല. ഇൻഷുറൻസ് ഉള്ളവർക്കെങ്കിൽ 300 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെ അവരും നഷ്ടത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം. മറ്റൊന്ന് KSCBയുടെ നിരവധി പോസ്റ്റുകൾ, 100-200 പോസ്റ്റുകൾ 300-ലധികം വരുന്ന ട്രാൻസ്ഫോമർ തകരാറിലായി. അങ്ങനെ മൊത്തത്തിൽ പത്തനംതിട്ട ജില്ലയിൽ മറ്റൊരു കാര്യം കൂടെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ മൊത്തത്തിൽ വലിയ തകരാറുകൾ അല്ലെങ്കിൽ ജനജീവിതത്തെ ബാധിക്കുന്നുണ്ട് ഈ മഴയും ദുർഘട കാലാവസ്ഥയും. അതുകൊണ്ട് ഇപ്പോൾ സേഫായി ഇരിക്കുന്ന ആളുകൾ ഈ അലേർട്ടുകൾ വരുമ്പോൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല, അവർ ജാഗ്രത പുലർത്തണം. അതുകൊണ്ട് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ രാത്രികാല ഗതാഗത നിയന്ത്രണം മലയോര മേഖലയിലേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 6 മുതൽ പുലർച്ചെ 7 മണി വരെയാണ് ഈ നിരോധനം. അതുപോലെ കോറികളുടെ പ്രവർത്തനത്തിനും നിരോധനമുണ്ട്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ മഴ പെയ്യുന്നില്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്യുന്ന മഴ കാര്യമായി തന്നെ ജില്ലയിലെ ജനജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അത് കൊണ്ട് തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എല്ലാ ആളുകളും ജാഗ്രത പുലർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനു, ശരി, ഏതായാലും സുജു നമ്മളോട് ഈ വിവരങ്ങളൊക്കെ സമഗ്രമായി തന്നെ പറയുന്നു. ഇന്നലത്തെ പോലെയല്ല, കുറച്ചുകൂടി മാനം കറുത്താണ് ഇന്ന് നിൽക്കുന്നത്. മലയോര മേഖലകളിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റെഡ് അലർട്ടാണ് പത്തനംതിട്ട ജില്ലയിൽ. അതിനനുസരിച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത്, മഴ കുറയുന്നുണ്ട് എന്ന് കരുതി മഴയില്ലാത്ത ഇടങ്ങളിലുള്ളവർ പുറത്തേക്ക് ചാടി ഇറങ്ങി യാത്രകളൊന്നും പോകരുത്. കാരണം പലയിടങ്ങളിലും മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ. നമ്മൾ സുരക്ഷിതമായിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്.